മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിൻറ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഒരു സുവർണ ജൂബിലി സമ്മാനം. കടുകുമണി അപ്പസ്തലോയൻ. അയക്കപ്പെട്ടവൻ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കങ്ങളിലൊക്കെയാണല്ലോ. ഹാപ്പി ക്രിസ്മസ്. അശ്വിൻ, പുൽക്കൂടിന്റെ പണികളൊന്നും ആയില്ലേ? വേഗം ചെയ്യേ. നിങ്ങൾ എന്താ ചെയ്യണേ? ഞാനും സഹായിക്കാം. ഇനി എല്ലാവരും വന്നേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കടുകുമണി അപ്പസ്തോലയുടെ എല്ലാ ആഘോഷങ്ങളും വേറിട്ടതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ആഘോഷത്തിന്റെ വ്യത്യസ്തത എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നത്തെ പരിപാടിയുടെ വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് തന്നെ വാഴക്കാല സെയിന്റ് ജോസഫ് ചർച്ചിലെ കൊച്ചു കൂട്ടുകാരുടെ ഡാൻസോട് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അവരെ നിറഞ്ഞ കയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യാം. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got into a drifted bank, and we got upset. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, so go it while you're young. Take the girls tonight and sing the sleighing song. Just get a bobtail nag, 240 for his speed. Then hitch him to an open sleigh and crack, you'll take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. നമ്മുടെ ആഘോഷം ഗംഭീരമാക്കിയ ആ കൊച്ചു കൂട്ടുകാർക്ക് നമുക്കൊരു കയ്യടി കൊടുക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാവും, ഇല്ലേ? അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ആദ്യം മരിയയുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ക്രിസ്മസ് കേക്ക്. അതെ, ക്രിസ്മസ് കേക്ക് മധുരമുള്ളൊരു ഓർമ്മ തന്നെയാണ്, അല്ലേ? നമ്മുടെ കൂട്ടുകാർക്കും അയൽവക്കക്കാർക്കും ഒക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു പങ്ക്. ഇനി അശ്വിന്റെ ഓർമ്മ എന്താണ്? സാന്താക്ലോസ്. നല്ലതാ, ഈ ശരീരം വെച്ച് സാന്താക്ലോസ് വളരെ ഗംഭീരമാകും. ഇനി അടുത്തത് തെരേസയുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഓർമ്മ എന്താണ്? ക്രിസ്മസ് അവധി. ശരിയാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു റിലാക്സേഷൻ മൂഡാണ് ക്രിസ്മസ് അവധി, അല്ലേ? ഇനി കിരൺ പറയൂ. എനിക്ക് പുൽക്കോട് ഇഷ്ടം. ശരിയാണ്, പുൽക്കൂട്. ഉണ്ണീശോ പിറന്ന പുൽക്കൂട് അത് നമ്മുടെ പള്ളികളിലും നമ്മുടെ സ്വന്തം വീട്ടിലും കൂട്ടുകാരൊന്നിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സാഹോദര്യവും ഒരു സൗഹൃദവും. ഇനി ജോഫിൻ പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പുൽക്കൂട്ടിലുള്ള ഉണ്ണീശോയുടെ ആ ചിരിച്ച രൂപമല്ലേ അത്.
ശരിയാണ്, എല്ലാവരും മറന്നുപോയ പ്രധാന ഘടകമാണ് ഉണ്ണീശോ. ഉണ്ണീശോയില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? ലോക ചരിത്രത്തെ തന്നെ രണ്ടായി തിരിച്ച ആ യേശു ക്രിസ്തുവിന്റെ ജനനം, അതല്ലേ നമ്മൾ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെയൊക്കെ ചരിത്രം ഇതിൽ എത്ര പേർക്കറിയാം? ജോഫിനറിയോ? എനിക്കറിയത്തില്ല. മരിയയ്ക്കറിയോ? ഇല്ല. ഇന്നത്തെ നമ്മുടെ കടുകുമണി അപ്പസ്തലോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതെല്ലാമാണ്. ക്രിസ്മസും ക്രിസ്മസുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും വസ്തുക്കളുടെയും പിന്നിലുള്ള ചരിത്രവും അതിന് പിന്നിലുള്ള രസകരമായ കഥകളുമാണ്. നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരാൻ വരുന്നത് MST സമൂഹത്തിലെ അംഗമായ ഫാദർ ജോസ് ആണ്. നമുക്കെല്ലാവർക്കും ഫാദർ ജോസിനെ കൈയടികളോടുകൂടി സ്വാഗതം ചെയ്യാം. കടുകുമണി അപ്പസ്തലോയി കൂട്ടുകാർക്കും പ്രിയ പ്രേക്ഷകർക്കും ആഗതമാകുന്ന തിരുപ്പിറവിയുടെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. നമ്മുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നമ്മൾ ഓൾറെഡി കേട്ടതുപോലെ അറിഞ്ഞതുപോലെ ഭാഗമാകുന്ന വ്യക്തികൾ, വസ്തുക്കൾ, ഇതിൻ്റെയൊക്കെ കഥകളും അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ, ചരിത്രം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ പുൽക്കൂട്, ഉണ്ണീശോ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഉണ്ണീശോയുടെ വരവിനെ പറ്റി സുവിശേഷത്തിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ അനേകം ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലോ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, എന്താണ്? ജെസയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അത് അവൻ അഭിഷിക്തനാണ്, പരിശുദ്ധാത്മാവിനാൽ അതായത് ആത്മാവിനാൽ നിറഞ്ഞ് അഭിഷിക്തനാണ് എന്നുള്ളത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ ശക്തനായ കർത്താവ്, നിത്യനായ പിതാവ്, അതോടൊപ്പം സമാധാനത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും. ഇനി ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കായി ഒരു ഇടയൻ എങ്ങനെയാണോ ആടുകളെ നോക്കുന്നത് അതുപോലെ തന്നെ അവൻ തൻ്റെ ജനത്തെ നോക്കുമെന്ന്. അപ്പോൾ ബൈബിൾ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് എന്താണ്? ഇതെല്ലാം നമ്മുടെ ഉണ്ണീശോയെ പറ്റി അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിനെ പറ്റിയാണ് എന്നുള്ളതാണ്. ഇനി മിഖാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിലോ അവിടെ 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജെറുസലേമേ നീ ചെറുതല്ല, നിന്നിൽ നിന്നാണ് വലിയവൻ, ഈ ജനത്തെ നയിക്കാനുള്ളവൻ വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് നമുക്കറിയാം, കഴുതപ്പുറത്ത് വരുന്ന രാജാവിനെ പറ്റി, അതും ഈ യേശുവിനെ പറ്റിയാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ നമ്മുടെ യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പും ജനനവുമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അറിയിപ്പ്, 2-ാമത്തെ അധ്യായത്തിൽ ജനനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, ദൈവം നമ്മളോടുള്ള സ്നേഹത്താൽ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ എത്ര വാക്യങ്ങൾ പറഞ്ഞു, ഏതെല്ലാം ഓർമ്മയുണ്ടോ? ചിന്തിച്ചോ. ഇതൊക്കെയാണ് ഈ ഉണ്ണീശോ നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളതിനുള്ള മുന്നറിയിപ്പായിട്ട് അല്ലെ വന്നു എന്നതിനെ പറ്റി തിരുവചനങ്ങൾ പറയുന്നത്. ഇനി അടുത്തത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽക്കൂട്. ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഈ പുൽക്കൂട് ആദ്യമായിട്ട് വന്നത് എപ്പോഴാണെന്നറിയാവോ? അറിയില്ല. 1293 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളനാണ് ആദ്യമായിട്ട് ഇതുപോലെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തമാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അസീസി പുണ്യവാളൻ തൻ്റെ സുഹൃത്തായ ജോണിനോട് പറയുകയാണ്, ഈ വർഷം ഞാൻ അസീസിക്കടുത്തുള്ള ഗ്രേക്സിയോയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്, അവിടെ പോയി അന്നത്തെ ബെത്ലഹേമിൻ്റെ ഒരു പുനരാവിഷ്കരണം എനിക്ക് ആവശ്യമാണ്, വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി. കലാകാരനായ ജോൺ മുൻപേ പോയി അവിടെ പോയി ആൾക്കാരെയൊക്കെ കൂട്ടി ഇതുപോലെ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് പോലെ മനോഹരമായ പുൽക്കൂട്, ആ പഴയ ബെത്ലഹേമിൻ്റെ ഒരു പുനരാവിഷ്കരണം നടത്തുകയാണ്. അതിനുശേഷം രാത്രിയിൽ അസീസി പുണ്യവാളൻ വരുന്നു. ഈ പുൽക്കൂടിൻ്റെ മുൻപിൽ വെച്ച്
ക്രിസ്മസ് ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ്. മനോഹരമായ പുൽക്കൂട്, അതിനുള്ളിൽ ആട്, മാടുകൾ, പുല്ല്, മാലാഖമാർ, ഇടയന്മാർ, ഇവരെല്ലാം നിർത്തി അതിനു മുമ്പിൽ വെച്ച് സുവിശേഷത്തിൽ പറയുന്ന യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള വചനഭാഗങ്ങൾ ആഘോഷമായി വായിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ അതിനുശേഷം അസീസി പുണ്യവാളൻ ആ പുൽക്കൂടിന് മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അസീസി പുണ്യവാളന് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടെ കൂടിയിരുന്നവർക്കെല്ലാം അതിൻ്റെ പരിമളം അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമുക്കറിയാം, ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പള്ളികളിലൊക്കെ പുൽക്കൂടുണ്ടാക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം ഇത് വലിയൊരു ആഘോഷമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും അനിയനും ചേച്ചി എല്ലാവരും കൂടി ഒന്നിച്ച് ഇതൊരു ആഘോഷമാണ്, എല്ലാവരും കൂടി പുൽക്കൂടുണ്ടാക്കുന്നത്. പള്ളികളിലേക്ക് എന്നുണ്ടെങ്കിൽ അൾത്താരപാലന്മാർ, മിഷൻ ലീഗുകാർ, യൂത്ത് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടി ഇതൊരു ഭയങ്കര ആഘോഷമാണ്. അത് തുടങ്ങിയത് എന്താണ്? 1293 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് ക്രിസ്മസ് ഡിസംബർ 25 വന്നത്? വേറെ എത്രയോ ഡേറ്റിന് സുവിശേഷത്തിലോ തിരുവചനങ്ങളോ ഒരിടത്തും പറയുന്നില്ല ഈശോ ഉണ്ടായത് ഡിസംബർ 25 ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം? പല കഥകൾ ഇതിന് പുറകിലുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാലോ, ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ക്രൈസ്റ്റ് മാസ്, അതാണ്. അത് നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചെഴുതുകയാണെങ്കിൽ ക്രൈസ്റ്റ് മാസ്. സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുമ്പായിട്ട് ആദിമസഭയിൽ കുർബാന അർപ്പിക്കാൻ അവസരം ലഭിച്ചത് ഈ ക്രിസ്മസ് രാത്രിയിൽ മാത്രമാണ്. സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുമ്പായിട്ട്. അതാണ് ക്രൈസ്റ്റ് മാസ് എന്ന് പറയുന്നത്. അതാണ് പിന്നെ ലോപിച്ച് ക്രിസ്മസ് ആയത്. ഓക്കെ, അപ്പോൾ ഇത് 25 വന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. AD 336 നമുക്കറിയാം, ആദ്യത്തെ ക്രൈസ്തവ ചക്രവർത്തി എന്ന് പറയുന്ന കോൺസ്റ്റന്റൈൻ ആണ് ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് ഡിസംബർ 25. ഇത് എന്തുകൊണ്ട് ആഘോഷിക്കുന്നത് എന്നുള്ളത്, യഹൂദരുടെ ആചാരപ്രകാരം ഹനുക്ക എന്ന് പറയുന്നൊരു തിരുനാളുണ്ട്. ഹനുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിൻ്റെ തിരുനാൾ, വെളിച്ചത്തിൻ്റെ ആഘോഷം എന്നുള്ളതാണ്. ഫീസ്റ്റ് ഓഫ് ലൈറ്റ്. അത് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം രണ്ടാമത് പുനഃപ്രതിഷ്ഠ ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നതാണ്. ഇത് യഹൂദ കലണ്ടർ പ്രകാരം കെസ്ലേവ് എന്ന് പറയുന്ന മാസത്തിൻ്റെ 25-ാം തീയതിയാണ് ആഘോഷിച്ചിരുന്നത്. AD ഒക്കെ ആയപ്പോഴേക്കും ഡിസംബറുമായിട്ട് ഏകദേശം സാമ്യമുള്ള അതേ സമയത്ത് വരുന്ന മാസമാണ് കെസ്ലേവ്. അപ്പോൾ കെസ്ലേവ് മാസത്തിലെ 25-ാം തീയതി ഹനുക്ക തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ തിരുനാൾ. ഡിസംബർ 25 പ്രകാശമായി വന്ന ഉണ്ണീശോയുടെ ജനന തിരുനാൾ. ഈ സാമ്യം വെച്ചുകൊണ്ടാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങി വെച്ചത്. ഇതിനേക്കാളും ഇച്ചിലൂടെയൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ എന്നാണ് മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നത്? അറിയാമോ? മാർച്ച് 25-ാം തീയതിയാണ് നമ്മൾ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അടുത്ത് സന്ദേശവുമായി വന്ന് മാർച്ച് 25-ാം തീയതി മുതൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ 9-ാം മാസമാണ് ഡിസംബർ 25 വരുന്നത്. അപ്പോൾ അന്ന് മംഗളവാർത്ത മാർച്ച് 25 കിട്ടി. 9 മാസത്തിന് ശേഷം യേശുവിൻ്റെ ജനനം. അതാണ് മറ്റ് ഒരു ഐതിഹ്യം ഇതിനെപ്പറ്റി പറയപ്പെടുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന് ശേഷം നമ്മൾ വരികയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? നമുക്കറിയാം, ഇപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ന്യൂ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ ദിവസങ്ങളൊക്കെ, ക്രിസ്മസ് ആണോ എക്സ്മസ് ആണോ എന്നുള്ളത്. അത് എല്ലാവരും ചിന്തിക്കുകയും പലരും പറയുന്നുണ്ട് എക്സ്മസ് എന്ന് പറയുന്നത് സാത്താൻ്റെ കുടില തന്ത്രമാണെന്നൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഗ്രീക്ക് ഭാഷയിൽ ആദ്യത്തെ അക്ഷരമാണ് KYE എന്ന് ഉച്ചരിക്കുന്ന, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എക്സ് എന്ന് വരുന്ന അക്ഷരം. അതാണ് ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരം. ഗ്രീക്കിൽ ക്രിസ്തുവിന് പറയുന്നതാണ് ക്രിസ്തോസ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഈ ക്രിസ്തോസിൻ്റെ ക്രി എന്നല്ലെങ്കിൽ KYE എന്ന് ഉച്ചരിക്കുന്ന ആ എക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആദിമസഭയിൽ യേശുവിന് പകരമായി, ക്രിസ്തോസിന് പകരമായി, ക്രൈസ്റ്റിന് പകരമായി അവർ എക്സ് എന്ന് പറയുന്ന ആ ചിഹ്നം, അല്ലെങ്കിൽ എഴുതുമ്പോൾ എക്സ് എന്ന് വരുന്നത്, അല്ലെങ്കിൽ ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ചിരുന്നു.
അത് ചുരുക്കിയാണ് ക്രിസ്മസിന് എക്സ്മസ് എന്ന് നമ്മൾ സാധാരണ ഇതിൽ ഇപ്പോൾ എഴുതുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, എക്സ്മസ് എന്ന് എഴുതിയാലും ഉച്ചരിക്കുമ്പോൾ ക്രിസ്മസ് തന്നെ ആയിരിക്കണം. എക്സ്മസ് എന്ന് വായിക്കാൻ പറ്റില്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരമാണ്. അത് ക്രൈസ്റ്റിന് പകരമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് വായിക്കുമ്പോൾ എപ്പോഴും ക്രിസ്മസ് എന്ന് തന്നെ വായിക്കണം. എക്സ്മസ് എന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകാൻ സാധ്യതയുള്ളതാണ് ക്രിസ്മസ് ട്രീ. നമ്മളൊക്കെ വളരെ മനോഹരമായിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. വീടുകളിൽ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരുക്കാറുണ്ട്. ഇതിൻ്റെ കഥ എന്താണ്? ജർമ്മനിയിലാണ് ഇതിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഒരുക്കുകയും ആഘോഷങ്ങളുടെ ഭാഗമായി തീരുകയും ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ജർമ്മനിയിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസം ആദത്തിൻ്റെയും ഹവ്വായുടെയും ദിവസം ആണ് എന്നാണ് പറയപ്പെടുന്നത്. പറയാം, അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസിന് വൈകുന്നേരങ്ങളിൽ അവർ ഒന്നിച്ചു കൂടുകയും ദൈവവചനത്തെ ആധാരമാക്കി മനോഹരമായ അവതരണങ്ങൾ നടത്തുകയും ചെയ്തു വരുന്നതായിരുന്നു. അത് സൃഷ്ടി മുതൽ യേശുവിന് ജനനം വരെയുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിരുന്നു ട്രീ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പർദീസായിലെ മരം, വൃക്ഷം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ പോലെ ഇവിടെ നടക്കുന്ന നാടകത്തെപ്പറ്റി അവതരണത്തെപ്പറ്റി നാട്ടിലെല്ലാം അനൗൺസ് ചെയ്യാൻ സംവിധാനമില്ലാത്തതുകൊണ്ട് ഇവർ അലങ്കരിച്ച ഒരു ട്രീ, പ്രത്യേകിച്ച് പൈൻ മരത്തിൻ്റെ ഒരു ശാഖ വെട്ടി അതിൽ നിറച്ച് ആപ്പിളൊക്കെ വെച്ച് അലങ്കരിച്ചതിന് ശേഷം ഇതുമായി ഇതിൻ്റെ സംഘാടകർ വീഥികളിലൂടെയും ഭവനങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും പോയി വൈകുന്നേരം നടക്കാൻ പോകുന്ന അവതരണത്തെപ്പറ്റി എല്ലാവരോടും പറയുമായിരുന്നു. അപ്പോൾ അലങ്കരിച്ചിട്ട് മരവുമായിട്ടാണ് പോകുന്നത്. അതിനുശേഷം അവർ തിരിച്ചു കൊണ്ടുവന്ന് അതിനെ സ്റ്റേജിൽ സ്ഥാപിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഈ അവതരണം, പർദീസായിൽ നഷ്ടപ്പെട്ട മരം, അത് അവസാനിക്കുന്നത് യേശുവിലൂടെ നമുക്ക് ആ പർദീസ തിരിച്ചു വന്നു. അപ്പോൾ പുൽക്കൂടിനടുത്തുള്ള ആ മരം. അങ്ങനെയാണ് ഈ ക്രിസ്മസ് ട്രീയുടെ ആരംഭം. പിന്നീട് ആൾക്കാർ ഈ ട്രീ ഏറ്റെടുക്കുകയും അത് വീടുകളിൽ പുൽക്കൂടുണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മനോഹരമായി അലങ്കരിച്ച് വെക്കുകയും ചെയ്യുന്നു. എന്തൊരു നല്ല ബന്ധമാണല്ലേ! പുൽക്കൂട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പർദീസ നമുക്ക് തിരിച്ചു നൽകിയത് ഈ പുൽക്കൂട്ടിലാണ്, ഉണ്ണീശോയുടെ വരവിലൂടെയാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ജീവൻ്റെ വൃക്ഷം നമുക്ക് തിരിച്ചു തരുന്നത്, അതാണ് ഈ ട്രീയുടെ അർത്ഥം. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇതൊന്നും അറിയത്തില്ലാതെ നമ്മൾ കുറേ കച്ചവട സാധനങ്ങളുടെ ഭാഗമായിട്ട് കിട്ടുന്ന അലങ്കാര വസ്തുക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ട് വെക്കും. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് മനസ്സിലാക്കുക. പർദീസായിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ മരം പുൽക്കൂടിൽ വന്ന് ഉണ്ണീശോ നമുക്ക് ആ പർദീസ വീണ്ടെടുക്കുകയാണ്. ആ ജീവൻ്റെ വൃക്ഷം നമുക്ക് തിരിച്ചു നൽകുന്നതായിട്ടാണ് പറയുന്നത്. അടുത്തതായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രിസ്മസ് കേക്ക്. നമുക്കറിയാം, എല്ലാവരുടെയും നാവിൽ വെള്ളം ഊറും. കാരണം ക്രിസ്മസ് ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീർന്നിരിക്കുകയാണ് കേക്ക്. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ കേക്ക് മേടിക്കുന്നു, എല്ലാവരുടെ ചുറ്റും കൂടി ഇന്ന്. ഇതിൻ്റെ ആരംഭം എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്കറിയാം, ആദിമസഭയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷം തുടക്കമായിട്ട് ഒരു ദിവസം, തലേ ദിവസം എന്ന് വെച്ചാൽ 24-ാം തീയതി ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു. വൈകുന്നേരത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ട് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി. ഈ ഉപവാസം തീർത്തിരുന്നത് അവർ വൈകുന്നേരം ഗോതമ്പൊക്കെ പൊടിച്ച്, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ പാച്ചോറ് അല്ലെ പൊറിഞ്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് കഴിക്കുമായിരുന്നു. ഈ ഒരു രീതി ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം എല്ലാവരും ഒന്നിച്ച് വന്ന് ഇത് കഴിക്കുന്നു. അപ്പോൾ അത് കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ സാധാരണ ഗോതമ്പ് മാത്രം പൊടിച്ച് വെറുതെ പാച്ചോറ് ഉണ്ടാക്കുന്നത് രസം തോന്നാത്തതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഉപവസിച്ചാണ് അതിനകത്ത് ഇച്ചിരി തേൻ ചേർക്കാൻ തുടങ്ങി, ഇച്ചിരി ഉണക്ക മുന്തിരി അതുപോലെയുള്ള ഫലങ്ങളൊക്കെ ചേർക്കാൻ തുടങ്ങി. ഇതെല്ലാം ചേർത്ത് ഇച്ചിരി മധുരമുള്ളതാക്കാൻ തുടങ്ങി. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഇൻട്രസ്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്, പൈസയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നവരത് ബേക്ക് ചെയ്ത് മനോഹരമാക്കി കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കേക്കിൻ്റെ ആരംഭം. അതിനുശേഷം പിന്നീടൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല വാണിജ്യപരമായിട്ട് എല്ലാവരും ഉണ്ടാക്കി, പരസ്പരം ഉണ്ടാക്കാനുള്ള മടി കൊണ്ടൊക്കെ ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് സമ്മാനമായിട്ട് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതാണ് ഇന്ന് നമ്മൾ ഒന്നും അറിയത്തില്ലാതെ വന്ന് ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ച് ഉപവസിച്ചതിന് ശേഷം ആഘോഷങ്ങൾ തുടക്കമാണ് അവർ അന്ന് ഈ മധുരം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ആഘോഷങ്ങൾ എന്നും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഓർക്കുക, ഒരുങ്ങി ആഘോഷങ്ങളുടെ ആരംഭമായിട്ടാണ് ഇത് മാറേണ്ടത്. അവസാനമായിട്ട് സാന്താക്ലോസ്. നമുക്കറിയാം, ഇന്ന് എല്ലാ മേഖലകളിലേക്ക് നോക്കുവാണെങ്കിലും ക്രിസ്മസ് വരുമ്പോഴേക്കും സാന്താക്ലോസിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് കാർഡിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്.
ഇതിൻ്റെ ആരംഭം ചരിത്രം എന്താണെന്ന് അറിയണ്ടേ? അറിയണം. നമുക്കറിയാം, നിക്കോളോസ് എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ പേരിലാണ് സാന്താക്ലോസ് വരുന്നത്. ഇന്നത്തെ ഏഷ്യ മൈനറിലെ മിറ എന്ന് പറയുന്ന സ്ഥലത്ത് ബാലനായ നിക്കോളോസ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയി. ധനികരായ മാതാപിതാക്കൾ മരിച്ചുപോയി. നമുക്കറിയാം, ധനികനായ ഏക മകൻ. സാധാരണഗതിയിൽ പൈസ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ നിക്കോളോസ് വ്യത്യസ്തനായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പൈസയൊന്നും ദൂർത്തടിക്കാതെ ആർക്കെല്ലാമാണോ ആവശ്യമെന്ന് മനസ്സിലാക്കുന്ന അവർക്കെല്ലാം വെറുതെ കൊടുക്കുന്ന സൽസ്വഭാവിയായ ബാലൻ. ഇഷ്ടംപോലെ കഥകൾ പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പനും 3 പെൺമക്കളും. അവർക്ക് ആ മക്കളെ കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ആ അപ്പൻ ഭയങ്കര വിഷമിച്ച് നടക്കുകയാണ്. ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയ ഈ നിക്കോളാസ് ഒരു ദിവസം രാത്രിയിൽ ചിമ്മിണിയിൽ കൂടി കുറേ സ്വർണ്ണ നാണയങ്ങൾ അവിടെ തൂങ്ങിക്കിടന്നിരുന്ന സഞ്ചിയിലേക്ക് ഇടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇത് കാണുന്ന അപ്പന് വളരെ സന്തോഷമായി. അതുകൊണ്ട് മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മകളെ കെട്ടിക്കേണ്ട സമയമായി. ഇതുപോലെ പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. അതാ നിക്കോളോസ് ഇതറിഞ്ഞ് രണ്ടാമത്തെ മകളെ കെട്ടിക്കാനുള്ള പൈസയും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നാട്ടിലെല്ലാം പാട്ടായി. മൂന്നാമത്തെ മകൾക്ക് ഇതുപോലെ സ്വർണ്ണ നാണയങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം, ഇതുപോലെ വിഷമതയിലുള്ളവരെല്ലാം ഇതുപോലെ വീടിൻ്റെ വരാന്തിയിലൊക്കെ സഞ്ചികളൊക്കെ തൂക്കി കാത്തിരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിലുള്ള സഹായമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുന്നിടത്തെല്ലാം നിക്കോളോസ് കൊണ്ടുപോയി ഇതുപോലെ സമ്മാനങ്ങൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതാണ് ആ ബാലൻ്റെ കഥ. അതിനുശേഷം പിന്നീട് അത് ബിഷപ്പായി. അതിനുശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നാട് കടത്തപ്പെട്ടു, രക്തസാക്ഷിയായി, പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഡിസംബർ 6-ാം തീയതിയാണ് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്, നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നത്. പക്ഷേ അതിനുശേഷം ചരിത്രം മുമ്പോട്ട് കടന്നു പോകുമ്പോഴേക്കും പല രാജ്യങ്ങളും ഈ ആഘോഷം ഏറ്റെടുത്ത് തുടങ്ങി. നമുക്കറിയാം, നിക്കോളോസ് പുണ്യാളൻ്റെ രൂപം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല താടിയൊക്കെ വെച്ച്, ഇത് നമ്മൾ പപ്പായെ കാണുന്നത് പോലെ തന്നെയാണ്, സാന്താക്ലോസിനെ കാണുന്നത് പോലെ തന്നെ ഏകദേശം പ്രായമായിട്ട്. ഈ ആഘോഷങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു വിശുദ്ധനായിട്ട്, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ആഘോഷങ്ങൾ പുറത്തേക്ക് വന്നു, അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിലെ ഡച്ച് സമൂഹം ഈ സെൻറ്റ് നിക്കോളാസ് എന്നുള്ളത് സിന്തർക്ലാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതാണ് പിന്നീട് സാന്താക്ലോസ് എന്ന് ഡച്ച് ഭാഷയിൽ പറഞ്ഞപ്പോഴത്തേക്ക് സിന്തർക്ലോസ്, പിന്നീട് അത് സാന്താക്ലോസ് എന്നായത്. പിന്നീട് 13-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും സാഹിത്യമൊക്കെ വളർന്നു വന്നപ്പോഴത്തേക്കും ഈ സിന്തർക്ലോസിനെ പറ്റി അല്ലെങ്കിൽ സാന്താക്ലോസിനെ പറ്റി അനേകം കൃതികളൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ ആകാശത്ത് നിന്ന് പറന്നു വരികയും സഹായങ്ങൾ തരികയും. അത് പിന്നീട് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട്, കാരണം ക്രിസ്മസിനാണ് എല്ലാവരും സമ്മാനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് സമ്മാനം തരാൻ വരുന്ന ഒരു സാന്താക്ലോസ് ആയിട്ട് പിന്നീട് പല കൃതികളിൽ വരികയും ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നിരിക്കുകയാണ് സാന്താക്ലോസ്. നമ്മളിന്ന് പല കാര്യങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പുൽക്കൂടായിക്കൊള്ളട്ടെ, ഉണ്ണീശോ എടുത്ത് വെക്കുമ്പോഴായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കേക്ക് കഴിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ട്രീ ഒരുക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അർത്ഥത്തിനൊക്കെ, ഈ ആഘോഷങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാകും. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, നല്ലൊരു ക്രിസ്മസ് ഈ വർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഒരു ക്ലാസ് നമുക്ക് നൽകിയ ജോസച്ചിന് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു കയ്യടി കൊടുക്കാം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിച്ചിരിക്കുന്നു. സമാപിക്കുന്നതിന് മുമ്പായി ഒരു മനോഹരമായ നൃത്തവുമായി നമ്മുടെ കൂട്ടുകാർ ഇതാ വരുന്നു. പാടി നിങ്ങൾ വരുന്നല്ലോ, രാക്കുളിനായി പിറന്നൊരു ഉണ്ണിയുമായി, രാത്രികാലെ കണ്ടൊരു നക്ഷത്രവുമായി, രാജാതിരാജനെ വരവേൽക്കാൻ. രാരീരം പാടി നിങ്ങൾ വരുന്നല്ലോ, രാക്കുളിനായി പിറന്നൊരു ഉണ്ണിയുമായി, രാത്രികാലെ കണ്ടൊരു നക്ഷത്രവുമായി, രാജാതിരാജനെ വരവേൽക്കാൻ. മംഗളങ്ങളേറ്റു പാടിടാം, പാട്ടുപാടാം, ഉല്ലസിക്കാം. ക്രിസ്തുമസിൻ മംഗളങ്ങളേറ്റു പാടിടാം. ആഹാ ഗ്ലോറിയ, ആഹാ ഗ്ലോറിയ, ആഹാ ഗ്ലോറിയ, ആഹാ ഗ്ലോറിയ.
ലോകത്തിൻ നാഥനായെത്തിയല്ലോ ആട്ടിടയന്മാരുമായി ഒത്തുചേരാൻ വിണ്ണിന്റെ നാഥനെ വരവേൽക്കാൻ ബേത്ലഹേമിൽ പിറന്നൊരു ഉണ്ണിയേശു ലോകത്തിൻ നാഥനായെത്തിയല്ലോ ആട്ടിടയന്മാരുമായി ഒത്തുചേരാൻ വിണ്ണിന്റെ നാഥനെ വരവേൽക്കാൻ ആർത്തുപാടാം, ഉല്ലസിക്കാം, ക്രിസ്തുമസിൻ മംഗളങ്ങളേറ്റു പാടിടാം. ആർത്തുപാടാം, ഉല്ലസിക്കാം, ക്രിസ്തുമസിൻ മംഗളങ്ങളേറ്റു പാടിടാം. ആഹാ ഗ്ലോറിയ, ആഹാ ഗ്ലോറിയ, ആഹാ ഗ്ലോറിയ, ആഹാ ഗ്ലോറിയ. കടുകുമണി അപ്പസ്തോലയുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം കണ്ടത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളുടെയും വസ്തുക്കളുടെയും ചരിത്രവും അതിനു പിന്നിലുള്ള രസകരമായ കഥകളുമാണ്. ഇനിയുള്ള എല്ലാ ക്രിസ്മസിനും ഇവയെല്ലാം മനസ്സിൽ വെച്ച് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിക്കും. അങ്ങനെ ആഘോഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കടുകുമണി അപ്പസ്തോലയുടെ ക്രിസ്മസ് ആശംസകൾ. പുൽക്കോട്ടിൽ പിറന്ന ഉണ്ണീശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മെരി ക്രിസ്മസ്.